നമ്മൾ കേട്ടിട്ടില്ലേ, ചില മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും പരീക്ഷ എടുക്കുമ്പോഴേക്കും വല്ലാത്ത പേടിയാണ്, എന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ല, എക്സാമിൽ നിന്ന് പിൻവലിയാണ്, അല്ലെങ്കിൽ പഠിക്കേണ്ട സമയമാകുമ്പോഴേക്കും ഭയങ്കര ടെൻഷൻ വരുന്നു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാവാൻ നോക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് നമ്മളൊരു കാര്യം ഒരുപാട് വട്ടം പറഞ്ഞു കൊടുത്തു, എന്നിട്ടും ഒന്നും തലയിൽ കയറുന്നില്ല, ആ റിസൾട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ടിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല, പോകെ പുറകോട്ടേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും ട്രൈ ചെയ്യാറില്ല. നമ്മൾ പറയും ഇതിന് മടിയാണെന്ന്, അല്ലെങ്കിൽ നമ്മൾ പറയും ഇതിന് കഴിവില്ലാത്തത് കൊണ്ടാണെന്നൊക്കെ. പക്ഷെ ശരിക്കും സൈക്കോളജിയിൽ ഇതിനെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആണ് പറയുന്നത്. ശരിക്കും ഇത് കുട്ടികളിൽ മാത്രമല്ല, നമ്മളിപ്പം ഒരു ജോലിയിലൊക്കെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമല്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, എന്നാലും പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ അവിടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ, അതും അല്ലെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പിലൊക്കെ നമുക്കറിയാം റെഡ് ഫ്ലാഗ്സ് ഉണ്ട്, അവിടെ അത്ര സേഫ് അല്ല, നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നറിഞ്ഞിട്ടും നമ്മൾ നിൽക്കുന്ന അവസ്ഥ, ഇതിനൊക്കെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് തന്നെയാണ് പറയുന്നത്. ശരിക്കും നമ്മുടെ ബ്രെയിൻ ഇതിൽ എൻ്റെ കാര്യങ്ങളിൽ എനിക്ക് നിയന്ത്രണമില്ല, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്താണ് എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു അവസ്ഥയെ കുട്ടികളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠനവുമായിട്ട് അവരുടെ വളർച്ചയെയും പഠനത്തിനെയും എങ്ങനെയാണ് ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ബ്രെയിനിന്റെ പ്രതിഭാസം ബാധിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ ആദ്യം അറിയണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ട്, അത് നമുക്കൊന്ന് അറിയണം. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കൊളറാഡോയിൽ നടത്തിയ ഒരു സ്റ്റഡിയാണ്. അതായത് ഒരു കൂട്ടം പട്ടികളെ, ഡോഗ്സിനെ ഒരു കേജിലിട്ടു. ആ കേജിലിട്ടിട്ട് അതിൽ ഒരു കൂട്ടം പട്ടികൾക്ക് നിരന്തരമായ ഷോക്ക് കൊടുത്തോണ്ടിരുന്നു, കുറേ ദിവസങ്ങളോളം വർക്ക് കൊടുത്തോണ്ടേയിരുന്നു. ഒരു കൂട്ടം പട്ടികൾക്ക് ജസ്റ്റ് കൂട്ടിൽ അടച്ചിടുക മാത്രം ചെയ്തു. അങ്ങനെ കൂട്ടിൽ അടച്ചിട്ട് ഷോക്ക് കൊടുത്തോണ്ടിരുന്ന പട്ടികളെയും അല്ലാത്ത പട്ടികളെയും ഒരുമിച്ച് തുറന്നു വിട്ട സമയത്ത് ഷോക്ക് കിട്ടാത്ത പട്ടികൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയി, രക്ഷപ്പെട്ടു. എന്നാൽ ഷോക്ക് കിട്ടിയ പട്ടികളാവട്ടെ ഡോറ് ഓപ്പൺ ആയി കിടന്നിട്ടും അവരെ അതിൽ കൂടെ കടന്നു പോവാൻ ശ്രമിക്കാണ്ട് അവരവിടെ തന്നെ കിടന്ന് കരയുന്നതുകൊണ്ട് അവിടെ കൂട്ടിനെ വലം വെച്ച് നടന്നുകൊണ്ടിരുന്നു. ഇതിൽ ശരിക്കും വാസ്തവമുണ്ടോ? ഇത്രയും നിസ്സഹായനാവാൻ ഒരു ജീവിക്ക് സാധിക്കുമോ? ബ്രെയിൻ സയൻസിൽ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റഡീസിൽ നടന്നപ്പോഴേക്കും ബ്രെയിൻ സയൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിരന്തരമായി കിട്ടുന്ന ഫെയിലിയേഴ്സ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രഷർ കിട്ടുന്നത്, സ്ട്രെസ് കിട്ടുന്നത്, ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടാവുന്നത്, ഡൊമസ്റ്റിക് വയലൻസ്, കുട്ടികളെ അടിക്കുക നമ്മൾ പറയും, പക്ഷെ ഡൊമസ്റ്റിക് വയലൻസിൽ പെടുന്നതാണ് ഈ അടിയും കുത്തും ഒക്കെ എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ഓർക്കണം. അപ്പം ഷെയിം ചെയ്യുന്നത്, കുട്ടികളോട് നിരന്തരമായിട്ട് പഠിക്കണം എന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രഷർ, അത് നേരത്തെ പറഞ്ഞ പോലെ പ്രഷറിൽ തന്നെ പെടുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു ഗുഡ് ഇന്റൻഷനോട് കൂടി തന്നെ ചെയ്യുന്നതാണ്. പല കാര്യങ്ങളും കുട്ടികൾ നന്നാവട്ടെ, കുട്ടികൾക്ക് ഷെയിം കൊടുക്കുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ ആ കുറ്റബോധം കൊണ്ട്, അല്ലെങ്കിൽ നാണക്കേട് കൊണ്ട് പഠിച്ചോട്ടെ എന്നൊക്കെ കരുതി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയെ ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ബ്രെയിനിൽ നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ അമിഗ്ഡല എന്തിനാണ് നമ്മുടെ ബ്രെയിനിനെ, അവരുടെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്ന ഏരിയയാണ് അമിഗ്ഡല എന്ന് പറയുന്നത്. ഈ ഭയത്തെ നിയന്ത്രിക്കേണ്ട അമിഗ്ഡല ശരിക്കും ഹൈലി അലാമിങ്ങിലേക്ക് പോവുകയും എന്നിട്ട് നമുക്കൊരു സർവൈവൽ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡ് ഓൺ ആവുകയും ചെയ്യും നമ്മുടെ ബ്രെയിനിൽ. അപ്പം നമുക്ക് സർവൈവലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അല്ലേ? നമ്മുടെ സേഫ്റ്റി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്തിനാണ്? സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് നമ്മുടെ അമിഗ്ഡല അവിടെ പണി തുടങ്ങും, നമ്മുടെ ലോജിക്കൽ ബ്രെയിന് അവിടെ പണി മുടക്കുന്ന സമയത്താണ് വീണ്ടും അടുത്ത ആൾ വരുന്നത്, കോർട്ടിസോൾ. നമ്മുടെ സ്ട്രെസ് ലെവല് കൂടാൻ തുടങ്ങും. കുട്ടികൾക്ക് സർവൈവൽ മോഡിലിരിക്കുമ്പോൾ എന്താണ്, അവിടെ സ്ട്രെസ് ഹോർമോൺസ് ആണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ ഒരു മാറ്റം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, അത് നടക്കാതെ വരും. മാറ്റം നടക്കണമെങ്കിൽ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യണം, എല്ലാ പാത്വേസും ഓപ്പൺ ആയിരിക്കണം. ഇതൊന്നും നടക്കാതെ വരുമ്പോഴേക്കും, ന്യൂറൽ പാത്വേസ് ഒന്നും ഓപ്പൺ ആവാതെ വരുമ്പോഴേക്കും നമ്മുടെ സർവൈവല് നടക്കാതെ വരും. നമ്മൾ പുതുതായിട്ടൊന്നും ലേൺ ചെയ്യാൻ വില്ലിങ് ആവും, നമ്മുടെ ബ്രെയിനിന് അത് പറ്റാത്ത അവസ്ഥ വരും. ഇനി ഇത് കൂടാതെ നമ്മുടെ പ്ലഷർ ഹോർമോൺസ് ഉണ്ടല്ലോ, അതിന്റെ അളവ് കുറയാൻ തുടങ്ങും. കോർട്ടിസോളിന്റെ അളവ്, സ്ട്രെസ് ഹോർമോണിന്റെ അളവ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഹോർമോൺസിന്റെ അളവ് കുറയുമ്പോൾ ഇത് വീണ്ടും കുട്ടിക്ക് സന്തോഷമില്ലാത്ത അവസ്ഥ, നിരാശയുള്ള അവസ്ഥയിലേക്ക് വരും. ഈ ഒരു 3 കാര്യങ്ങൾ നടന്നു കഴിയുമ്പോഴേക്കാണ് ബ്രെയിന് എൻ്റെ കയ്യിൽ കൺട്രോൾ ഇല്ല, ഈ ഒരു കാര്യത്തിന് എനിക്കിനി മാറ്റാൻ പറ്റില്ല, ഒന്നും തന്നെ ചെയ്തിട്ടും എനിക്കിനി മാറ്റാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന ഒരു ലേണിങ്സ് ബ്രെയിൻ തന്നെ നടത്തി അവിടെ ഒരു അണ്ടർലൈൻ ചെയ്ത് അവിടെ ഇടും. ഇതാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്.
ഇനി ഈ ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭയങ്കര നിരാശാജനകമായിട്ടുള്ള, അതായത് ഭയങ്കര നിരാശ നിറഞ്ഞ ചിന്തകളായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഞാനിനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് കാര്യമില്ല, ഞാൻ തോക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത അവരുടെ തലയിൽ ചോറിൽ എപ്പോഴും ഉണ്ടാവും. അത് മാറ്റാൻ ഭയങ്കര പാടായിട്ട് വരും. അവർക്ക് സ്വയം അത് മാറ്റിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അവിടെ നമ്മുടെ ഹെൽപ്പ് ഉറപ്പായിട്ട് ആവശ്യമുണ്ട്. പിന്നെ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പരിശ്രമം നടത്താൻ പോലും താല്പര്യം ഉണ്ടാവില്ല. ഞാൻ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ തോക്കുന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ ജയിക്കില്ല എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് വളരെ കുറഞ്ഞ മാർക്കാണ് കിട്ടാൻ പോകുന്നതെന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല, അത് ഞാൻ ജയിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്കതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതായത് ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയും. ആ ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെയും പാരൻസിന് മാത്രമാണ് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് കുട്ടി ജയിച്ചു, അല്ലെങ്കിൽ കുട്ടിക്ക് നല്ലൊരു മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് നന്നായി പെർഫോം ചെയ്തു, ഒരു കാര്യത്തിൽ ബെസ്റ്റായി, അത് എൻ്റെ കഴിവ് കൊണ്ടല്ല, അത് ഭാഗ്യം കൊണ്ടാണെന്ന് പറയും. ഭാഗ്യം കൊണ്ട് അത് കിട്ടിയിട്ടോ എന്ന് പറയും. അപ്പം ആ ഒരു കഴിവിനെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് അത് കിട്ടാനുള്ള എനിക്കത് കിട്ടാനുള്ള കഴിവില്ല, പക്ഷെ ഭാഗ്യം എനിക്കത് കൊണ്ടു തന്നു എന്ന് പറയും. ഇത് പറയുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാരും കൂടെ അത് ഏറ്റെടുക്കുന്ന ഒരു പരിപാടിയാണ് പൊതുവെ നമ്മൾ കാണാറുള്ളത്. ഇനി ഇൻ കേസ് ഈ കുട്ടി എത്ര കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണെന്ന് നമുക്കറിയാമെങ്കിൽ പോലും നമ്മൾ പറയും ഭാഗ്യം കൊണ്ട് കിട്ടി, അവനത് രക്ഷപ്പെട്ടു, അല്ലെ അവൻ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറയും. അപ്പൊ ഇതുകൂടെ നമ്മൾ മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു സഹായം ചോദിക്കാനോ ഒക്കെ മടിയായിരിക്കും. കാരണം എന്താണ്, ഉള്ളിൽ ഓൾറെഡി അറിയാം ഞാൻ തോൽക്കാനുള്ള ആളാണ്, ഞാൻ തോറ്റ ആളാണ്, എനിക്കിതൊന്നും ചെയ്തിട്ടില്ല, കാര്യമൊന്നുമില്ല. അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരാളോട് സഹായം ചോദിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് വരും. ഇനി ഇതിനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതിനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വിചാരിക്കും ഈ ബ്രെയിനിൽ ഇത്രയും മാറ്റങ്ങളൊക്കെ സംഭവിച്ചല്ലോ, ഇനിയിപ്പോൾ എങ്ങനെയാണ്, ഇത് ഓൾറെഡി മാറിയ സ്ഥിതിക്ക് നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ അവിടെയാണ് ഇതിൻ്റെ ഒരു വ്യത്യാസമുള്ളത്. ബ്രെയിനിനെ നമുക്ക് എപ്പോഴും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ കോർട്ടിസോൾ ലെവൽ, സ്ട്രെസ് ഹോർമോൺസിനെ കുറയ്ക്കാൻ പറ്റും. നമ്മുടെ സർവൈവൽ മോഡിനെ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മുടെ ലോജിക്കൽ ബ്രെയിനിനെ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഹാപ്പി ഹോർമോൺസ് കൊണ്ടുവരാൻ പറ്റും. നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രെയിനിൽ ശരിക്കും അസാധ്യമായിട്ടുള്ള ഒരു കാര്യമില്ല. മാറ്റങ്ങൾ നന്നായിട്ട് നമുക്ക് വരുത്താൻ പറ്റും. ഈ മാറ്റം എങ്ങനെ വരുത്തും എന്നുള്ളത് മാത്രമാണ് പാരൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അവർക്ക് ചിലപ്പം ഒരു 2 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ വൈകുന്നേരം കൊടുക്കുന്ന കുട്ടിയാണെങ്കിൽ ആ 2 മണിക്കൂറും നിങ്ങൾ ഇരുത്തി പഠിപ്പിക്കുന്നതായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. ആ ഒരു നിർബന്ധിച്ച് അവിടെ കുറെ കുറ്റപ്പെടുത്തി പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഇന്റർവെൽസ് കൊണ്ടുവരാൻ നോക്കുക. അതായത് ആദ്യത്തെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ് കുട്ടിക്ക് കൊടുക്കുക. ഒരു സ്നാക്ക് ബ്രേക്ക് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു വോക്ക് ബ്രേക്ക് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു പ്ലേ ബ്രേക്ക് ആയിട്ടോ ഒക്കെ കൊടുക്കുക. അങ്ങനെ ഓരോ ടാസ്കും ഈസി ആയിട്ടുള്ള ടാസ്ക് ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞ് മെല്ലെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വലിയ ടാസ്കുകളിലേക്ക് പോവുക. ഓരോ ടാസ്ക് കഴിയുമ്പോഴും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും എന്തൊക്കെ ഫിനിഷ് ആക്കി അത് അക്നോളജ് ചെയ്യാനും നോക്കുക. ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. അക്നോളജ്മെന്റ് നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. പരിശ്രമിക്കണം എന്ന് അവരോട് പറയുക. ആ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒഴിവാക്കി ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇത് കിട്ടാത്തതൊന്നും അല്ല. നമുക്ക് എല്ലാവർക്കും ആ ഫീലിങ്സ് ഒക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയാം. ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾ ബ്ലെയിം ചെയ്യുന്നതും ഷെയിം ചെയ്യുന്നതും കമ്പയർ ചെയ്യുന്നതും അവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നതും ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ കുട്ടികൾക്ക് സമാധാനം ഉണ്ടാവും. അപ്പം നിങ്ങൾ തന്നെ റുട്ടീൻ ഉണ്ടാക്കി കൊടുക്കുക, ടാസ്കുകൾ ഉണ്ടാക്കി കൊടുക്കുക, ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇതിലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ സബ്സ്ക്രൈബും കൂടെ ചെയ്യുവാണെങ്കിൽ ഈ ചാനലിലെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.